ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സമരം 23-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പിന്തുണയാണ് ഈ സമരത്തിന് ലഭിക്കുന്നത്. ഇപ്പോഴാ സമരം പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിന് ഇല്ലെങ്കിൽ ദേശീയ തലത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് അതൊരു ബൂമറാങ്ങായി തിരിച്ചടയ്ക്കും. നമുക്കറിയാം, ദില്ലിയിൽ ജന്തർ മന്ദിറിൽ നടന്ന സമരത്തിന് വലിയ പിന്തുണ നൽകിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ പെട്ട അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾ പറയുന്നത് ഹേമന്ത് സോറൻ രാജിവെക്കണം. ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവാണ്. പക്ഷേ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് കോൺഗ്രസ് ആണ് പിന്തുണ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചേ മതിയാകൂ. തങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ പിന്തുണ പിൻവലിക്കണം. ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ രാജിവെക്കണമെന്നാണ്. അതായത് മോദിയെ തകർക്കാനായി രൂപപ്പെടുത്തിയ സമരം ഇപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരു ബൂമറാങ്ങായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ്. ഈ രാജിവെക്കണം, ഹേമന്ത് സോറൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് 20-ന് ഹേമന്ത് സോറന്റെ വസതി ഖരാവോ ചെയ്യും ഈ വിദ്യാർത്ഥികൾ. ഓഗസ്റ്റ് 16-ന് 24 ജില്ലാ കേന്ദ്രങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ശരിക്കും തങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദില്ലിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം സമരം ചെയ്ത രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹേമന്ത് സോറൻ സർക്കാരുള്ള പിന്തുണയും കോൺഗ്രസ് നൽകുന്നു. ഇത് പിൻവലിക്കണം, ഹേമന്ത് സോറൻ രാജിവെക്കണം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ സമരം മാറിയിരിക്കുന്നു. സമരത്തിന്റെ തുടക്കത്തിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹേമന്ത് സോറന് നേരെ തിരിഞ്ഞിരിക്കുന്നു ഈ സമരം. കാരണം അവിടെ വിദ്യാർത്ഥികൾ നടത്തിയ സമാധാനപരമായ സമരങ്ങൾക്ക് നേരെ കണ്ണീർവാതകവും ലാത്തിച്ചാർജും മറ്റും നടത്തുകയും 100-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും പരിക്കുകളോട് ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സമരം ഇപ്പോൾ നാൾക്ക് നാൾ ശക്തിപ്പെട്ടു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ കുട്ടികൾ കൂടി ഈ സമരത്തിന്റെ ഭാഗമായി ഇറങ്ങുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളം.